ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ മകൻ ഒരിക്കലും തെറ്റായ ഒരു തീരുമാനം എടുക്കില്ല. ആ തീരുമാനം 100% ശരി തന്നെ. ഇഷ്ടമുള്ളതൊന്നും നഷ്ടപ്പെടുത്തരുത്, ഒന്നിനു വേണ്ടിയും. ആ കോളങ്ങ് കട്ട് ചെയ്തേക്ക്. ഇതവരാ രമാദേവി. അറിയാം, അതുകൊണ്ട് തന്നെയാ കട്ട് ചെയ്യാൻ പറഞ്ഞത്. മാഡം അമ്മയൊക്കെ ഭക്ഷണം കഴിച്ചു മോളെ? അവരെല്ലാവരും കഴിച്ചു. ആ, എങ്കിൽ നമുക്ക് കഴിക്കാം. ആ, ഭക്ഷണം കഴിച്ചായിരുന്നോ? കഴിക്കാം. എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? ഇരിക്കെ. അതെന്താ ഈ പ്ലേറ്റുകളിൽ വിളമ്പാത്തെ? ഞാൻ അമ്മയോടൊപ്പം കഴിച്ചോളാം ചന്ദ്രാമ്മ. അപ്പോ അവിടെയോ? നിരാഹാരമുള്ളവർക്ക് ഭക്ഷണം കൊടുത്ത് ഞാനായിട്ട് അവരുടെ നിരാഹാരം അവസാനിപ്പിക്കുന്നില്ല. നിരാഹാരോ? എന്തിന്? രമാദേവിയാ. ദേ ഐശ്വര്യ, ഞാൻ വീണ്ടും പറയുന്നു, നീ ആ കോൾ എടുക്ക. അവർക്ക് നിന്നോട് എന്തോ സംസാരിക്കാനുള്ളതുകൊണ്ടല്ലേ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നേ. രമാ മാഡം എന്താ പറയുന്നൊന്ന് കേൾക്കാലോ. എന്നോട് സംസാരിക്കണമെന്നുള്ളവര് ഇവിടെ വന്ന് എന്നെ കാണണം. വരേണ്ടവര് വരും, വരുത്തും ഞാൻ. അതാണ് ഈ ഐശ്വര്യ. ഹലോ. ഹലോ മാഡം, ഒരു വിസിറ്റർ ഉണ്ടായിരുന്നു. വിസിറ്ററോ? അതെ മാഡം. രമാദേവി എന്നാണോ പേര് പറഞ്ഞത്? മാഡത്തിന്റെ പേര്? രമാദേവി. അതെ മാഡം, രമാദേവി എന്ന് തന്നെയാ പറഞ്ഞത്. ഓക്കെ, ദേ വരുന്നു.
വെയിറ്റ് ചെയ്യാൻ പറയൂ. ഓക്കെ മാഡം. ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. മാഡം ഉടനെ വരും. ഡി. ഇങ്ങോട്ട് വാ മോളെ. എനിക്കറിയാം മോൾക്ക് അമ്മയോട് ദേഷ്യമുണ്ടെന്ന്. അതാ നേരിട്ട് വന്ന് സംസാരിക്കാന്ന് ഞാൻ കരുതിയത്. ഇപ്പോഴും നിനക്കെന്നോട് ദേഷ്യമാണോ? എനിക്ക് അമ്മയോട് ദേഷ്യമൊന്നുമില്ല. അങ്ങനെയുണ്ടെങ്കിലും അത് മാറ്റണമെന്ന് പറയാനാ ഞാൻ വന്നത്. നീ വീട്ടിലേക്ക് വന്നപ്പോ ഞാൻ അത്രയൊക്കെ നിന്നോട് പറഞ്ഞത് നിന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാ. ഓ. ആ, രമാദേവിയുടെ മരുമകളെന്നൊക്കെ പറയുമ്പോ എന്ത് കേട്ടാലും സംഭവിച്ചാലും ഒരിക്കൽ പോലും മനസ്സ് തകർന്നു പോകുന്നവളാവരുത്. ഐശ്വര്യ ആളെങ്ങനെയാന്നറിയാനുള്ള ചെറിയൊരു ടെസ്റ്റ്. ആഹാ. അതില് നീ പൂർണ്ണമായിട്ടും വിജയിച്ചു. എന്റെ മകന് എല്ലാ തരത്തിലും ഉത്തമയായ ഒരു ഭാര്യ അത് നീ തന്നെയാണ്. നിനക്കിപ്പോ വിശ്വസിക്കാൻ പ്രയാസമാണെന്ന് എനിക്കറിയാം. എന്നാൽ സത്യം തന്നെയാണ്. ഇത് മനസ്സ് തുറന്ന് ഈ രമാദേവി പറയുന്നതാ. എന്റെ മകൻ അർജുൻ അത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് നിന്നെ പ്രൊപ്പോസ് ചെയ്തപ്പോ നനച്ചിരിക്കാത്ത ഷോക്കിലായിരുന്നു ഞാൻ. എന്റെ മകൻ ഒരിക്കലും തെറ്റായൊരു തീരുമാനം എടുക്കില്ല. ആ തീരുമാനം 100% ശരി തന്നെയാ. ഇഷ്ടമുള്ളതൊന്നും നഷ്ടപ്പെടുത്തരുത് ഒന്നിനു വേണ്ടിയും. പ്രത്യേകിച്ച് ഇത്രയും വിലപിടിപ്പുള്ളത്. അമ്മ പറഞ്ഞത് ഇപ്പൊ നിനക്ക് മനസ്സിലായോ? മനസ്സിലായമ്മേ. അർജുനുമായിട്ട് ഞാനൊന്ന് സംസാരിച്ചിട്ട് മോളെ വിളിക്കാം. ശരി അമ്മ. എന്നാ മോള് ചെല്ല്. ശരി.